വാട്ട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് സുഖമാണെന്ന് വിചാരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു വ്ലോഗായിട്ട് വന്നിരിക്കുകയാണ്. എനിക്കറിയാം കുറച്ച് ദിവസം കുറേയേറെ ദിവസം ഞാൻ മിസ്സിങ് ആയിരുന്നു. എന്ത് ചെയ്യാനാ, കുറേയേറെ എനിക്ക് ഹെൽപ്ഫുൾ ആയ എഡിറ്റേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മെയിൻ ചാനൽ വീഡിയോസൊക്കെ പെട്ടെന്ന് പോവുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ എനിക്ക് തൂങ്ങേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും സമയം പോയത്. തൂങ്ങേണ്ട ആവശ്യം വന്നില്ല, അതുകൊണ്ടാണ്. എന്തായാലും അത്ര കഴിവ് കൂടിയ എഡിറ്ററിനെ നമുക്ക് ഇന്നൊന്ന് കാണണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അവൻ്റെ വീട്ടിൽ പോകാൻ നമുക്ക് പൊക്കാം. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരെയാണ് അവൻ്റെ വീട്, പത്തനംതിട്ടയിൽ. ലെറ്റ്സ് ഗോ. അതിന് മുമ്പ് നമുക്ക് ഈ ഒരു മലയ്ക്ക് പോയൊരു കോലം മാറണം. മലയ്ക്ക് പോയില്ലേ, എന്ത് ചെയ്യാനാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ടില്ല. തമാശയൊന്നും പറയല്ല. വീട്ടിനകത്ത് റൂമിനകത്തിരുന്ന് എന്തായാലും പോകാം. കാറൊക്കെ എടുത്ത് കുറേ നാളായി. കാർ സർവീസ് ചെയ്തു 20,000 കിലോമീറ്റേഴ്സ്. ഇനി അടുത്ത 30,000 കിലോമീറ്റർ ഇൻ 3 months. അതൊന്നും ആവശ്യം വരത്തില്ല. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോവുകയാണ്. എനിക്കറിയാം കുറെ നാളായിട്ട് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നുണ്ട്. ഒരു ട്രിപ്പ് ആയിട്ടില്ല ഇതുവരെ. റീസൺസ് ഉണ്ട് മോനെ, ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നില്ലല്ലേ. മറ്റേ സ്ഥലമൊക്കെ മേടിക്കുന്നത് അതിനകത്ത് കുറച്ച് ക്യാഷ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കിലാണ്ട് അമ്മ ഓടുന്നുണ്ട്. പിന്നെ അതിൻ്റെ പുറകെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനും മാനേജ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്ക് പറയാൻ സ്ഥലം ഇത് സ്ഥലമാണെന്ന് ചിലപ്പോൾ നിങ്ങൾ ഷോക്ക് ആവും. കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാകാൻ ചാൻസ് ഇല്ല. അടുത്ത ആഴ്ച എന്തായാലും ഞാൻ ഓൾ ഇന്ത്യക്ക് ഇറങ്ങും. അപ്പോൾ ഞാൻ ഹെയർ കട്ടിന് വേണ്ടി വന്നിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ ഹെയർ കട്ട് ചെയ്തിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ എഡിറ്ററിനെ അവിടെ നിന്ന് തൂക്കണം. ഇവിടെ എപ്പോഴും ഞാൻ വരുന്നുണ്ട്. ഇത് ആവശ്യത്തിൽ ഇത്ര ദൂരം വരാൻ, പക്ഷേ എന്ത് ചെയ്യാനാ, റിസ്ക് എടുക്കേണ്ടത്. ഓർമ്മ കാണുമായിരിക്കും. ബോയ്സ്, അപ്പം എൻ്റെ ഹെയർ കട്ട് കഴിഞ്ഞു. കൂടി കളർ അടിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കട്ട് ചെയ്യുന്നതോറും എൻ്റെ കളർ ഇങ്ങനെ നീങ്ങി വരികയാണ്, കട്ടായി പോകുന്നതനുസരിച്ച്. അതുകൊണ്ട് കുറച്ച് വെറൈറ്റി എപ്പോഴും കാണാതിരിക്കത്തില്ല. അതിന് കൊള്ളാല്ലേ. താടിക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. താടി എന്തായാലും ഈ കഴിഞ്ഞ ആഴ്ച കട്ട് ചെയ്തിട്ട് ഇപ്രാവശ്യം കട്ട് ചെയ്തപ്പോൾ ഒറ്റയ്ക്ക് താടി കട്ടിയും കൂടി വളർന്നും കൂടിയെന്ന് തോന്നുന്നു. നമുക്കിപ്പോൾ എഡിറ്ററിൻ്റെ അങ്ങോട്ട് പോകാം. ദൈവമേ, അവനെ അവിടുന്ന് അവൻ്റെ വീട്ടിൽ നിന്ന് പൊക്കണം. രണ്ട് പറയണം അവനെ ഉണ്ടായിരുന്നു ഓൺലൈൻ. ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അല്ല, വീട്ടിൽ പ്രതീക്ഷിക്കുന്നില്ല എത്തുന്നുണ്ടെന്ന്. അല്ലെ വിളിച്ച് പറഞ്ഞേക്കാം. അവിടെ ഇല്ലെങ്കിലാ പിന്നെ അവിടെ വരെ പോയിട്ട്. അവനോട് ഇന്നലെ രാത്രി ഞാൻ കോളിലുണ്ടായിരുന്നു. രാവിലെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു 6 മണി. എടാ, നീ എവിടെയാടാ? വീട്ടിലൊക്കെ തന്നെ ഉണ്ട്. നമ്മുടെ എഡിറ്ററാണ് കോളില് ഗൈസ്. നമ്മുടെ പ്രൊഫഷണൽ ആയ എഡിറ്റർ. ഈ കേരളത്തിൽ തന്നെ ആരെ വേണമെങ്കിലും വെല്ലു അവൻ എഡിറ്റിങ്ങിന്. അതൊന്നും ഇല്ല. നീ വീട്ടിൽ തന്നെ കാണുമല്ലോ. അതറിഞ്ഞാ മതി. ശരിയെന്ന്. ബോയ്സ്, അങ്ങനെ ഞാൻ എഡിറ്ററിന്റെ വീടിന്റെ വാതിക്കലെത്തി. ഈ വീട് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും ഇവിടെ വരാൻ തിരിട്ടാണ്. ഈ വീടിന് പൊക്കത്തോട്ട് പോയി കഴിഞ്ഞാൽ അവന്റെ വീടാണ്. അവനെ ആദ്യം വിളിക്കുക. ഇവനെ എന്തായാലും ഇവിടെ നമുക്ക് ഇപ്പോൾ വിളിച്ചുകൊണ്ടായിട്ട് രാത്രി എവിടെയെങ്കിലും കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. എന്നെ എത്ര സഹായിച്ചല്ലോ. പണിയൊക്കെ പണിയെടുക്കാന്നല്ല, പണിയെടുക്കുന്നതാണ്. ചില സമയത്ത് കറണ്ട് ഇല്ല, വെള്ളമില്ല, എന്താണ് പിന്നെന്തോ ഉള്ളത്, പിന്നെ വൈഫൈ ഇല്ല, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെന്നോ ഇവിടെ. മല്ലയ്യ പുറത്തിറങ്ങും. എല്ലാരും നിന്റെ മൂഞ്ചിയെ പിന്നെയും കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാരും നിന്റെ മൂഞ്ചിയെ പാക്കതുക്ക് വെയിറ്റ് പണ്ണറേ. വന്നിട്ടാ കഴിഞ്ഞ പ്രാവശ്യക്കാട്ടിലും വണ്ണം വെച്ചല്ല നീ? ഷട്ടിന്റെ ആണോ അല്ലേ? നിന്റെ ആണോ അല്ലേ? കണ്ണിന്റെ കുഴിയൊക്കെ മാറി ആണോ? പണിയെടുക്കുന്നില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ഇത് എവിടെ പോയെന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ ഇത് മറ്റേ ആ ഒരു പയ്യൻ തന്നതാ. ഞാൻ 90s പറഞ്ഞാൽ ഒരു ജെൻസിയുടെ ഹൃദയമാണ്. നോർമൽ യൂണിഫോം അല്ല, വൈറ്റ്. വൈറ്റ് അതാരോ എന്നെ കുത്തിയാണ്. നിങ്ങനെ പൊക്കി പറയേണ്ട ആവശ്യമില്ല, നിനക്ക് തന്നെ പണി തരുന്നത്. നിന്റെയാണോ? എവിടെ പോവാനാ? ടൗണിൽ പോവാനാ? നമ്മൾ എഡിറ്ററിന്റെ കൂട്ടുകാരുടെ കടയിലോട്ട് കൊണ്ടുപോവുകയാണ്. അവൻ എന്റെ വലിയ ഫാനാണെന്ന് പറയുന്നു. എക്സൈറ്റ്മെന്റ് കാണിക്കുന്ന അറിയത്തില്ല. ഇതാണിപ്പോ കട. എല്ലാരും കൂട്ടുകാർ തന്നെയാണ്. ഓഹോ, അല്ലയോ പറയുന്നുണ്ടായിരുന്നു. അതാ പെരിപ്പരിയാണിയോ? കാന്താരി താങ്ങുമോ നീ? ശരീരപ്രകൃതി വന്നിട്ട് ആണോ? അതെവിടെയാണ്? വീട്ടിലപ്പോ ഒന്നും ഇല്ലേ? ഞാൻ അൽഫാമൊക്കെ കഴിച്ചിട്ട് ഇപ്പൊ കുറെ നാളായി.
പുറത്തുനിന്ന് അല്പം കഴിയൊക്കെ നിർത്തിയത്. നമ്മൾ എഡിറ്ററിന്റെ ബലഭൂഷിത ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കണം. എന്നാലേ അവർ ഇനിയും വീഡിയോ സമയത്തെ കാലത്തൊക്കെ എഡിറ്റ് തരത്തുള്ളൂ. നീ ഒരു വീഡിയോ എപ്പോ എടുത്തു കഴിഞ്ഞാൽ എപ്പോ എഡിറ്റ് തരും? അടുത്ത വർഷത്തേക്ക് എന്നാലും കിട്ടുമായിരിക്കും. കുറെ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് അൽഫാം കഴിക്കാം. അവന്റെ അൽഫാം കഴിക്കുകയാണ്. കഴിയടേ നീ കഴിച്ചാലേ എനിക്ക് പെട്ടെന്ന് വീഡിയോ കിട്ടത്തുള്ളൂ. നീ ഇത്ര പെട്ടെന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരുന്നോണ്ട് ഞാൻ ഇവിടെ വന്നത് നീ ഇത്ര പെട്ടെന്ന് തരാതിരിക്കാൻ പറയാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് നിനക്ക് ഫുഡൊക്കെ മേടിച്ചിരുന്നത്. കൊള്ളാം. യൂട്യൂബർ സെലിബ്രിറ്റി ഒരു ലീഗ് വന്നാണ്. നീ വെറുതെ എന്നെ ഇങ്ങനെ പൊക്കി അവിടെ ആ പയ്യനെ കണ്ടോ? അതുകൊണ്ട് അവിടെ ഇരുന്ന് അവൻ നിങ്ങൾ 2 പ്രാവശ്യം നോക്കി. ഞാൻ കണ്ടില്ലല്ലോ. പത്തനംതിട്ട ആൾക്കാർ വരാറില്ലേ? നീ ഇങ്ങനെ പൊക്കി എവിടെയും നിനക്ക് വർക്ക് തരാം. എന്നാലും നമുക്ക് ഇവിടുന്ന് മാറിയിട്ട് വേറെ കുറച്ചൊരു ഫുഡ് കഴിക്കാം. ഇവിടുന്ന് ഞാൻ കഴിച്ച് ഈ മതി. പക്ഷെ ഇനി വേറെ ഒന്നും കഴിക്കണം. ഞാൻ ഇവന് വേണ്ടി ഇവിടെ വന്നപ്പോൾ എടുക്കത്തെ വിഷമം. ഫുഡ് ബ്ലോഗ് അല്ല ഇത്. എന്നാലും എന്ത് ചെയ്യാന്, വൈകുന്നേരം ആയിപ്പോയി. ഇവന്റെ വീട് വരെ വന്ന് ഞാൻ വിഷമം പോയി. പോവാം. നമ്മൾ പിന്നെ ഒരു കടലെത്തിയിരിക്കുകയാണ്. നമ്മുടെ എഡിറ്ററിന്റെ വയറൊട്ടും നിറഞ്ഞില്ലല്ലേ? കുറച്ചിട്ട് കഴിക്കാ. നീ കഴിക്കും. ഈ കടയിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ ദോശ പറഞ്ഞിരിക്കുകയാണ്. ദോശ എത്തിരിക്കും നമുക്ക്. നിനക്കൊന്നും വന്നില്ലേ? നിനക്ക് വേണ്ടിയാണ് ഇവിടെ വന്നത്. ലിവറും കൂടി വന്നിട്ടുണ്ട്. രണ്ടു ടേസ്റ്റ് നോക്കാം. നിന്റെ ഇവിടെ വേറൊന്നും ഇല്ലടാ? ഫുഡൊക്കെ ഒന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് വെജിറ്റബിൾ ഷോപ്പാ? ഫുഡ് കോർട്ട്. ഒരു ഫുഡ് കഴിച്ചാൽ എനിക്ക് മനസ്സിലായി. അപ്പൊ നിനക്ക് ഇവിടെ കാണിക്കാറുള്ളത് വെജിറ്റബിൾ ഷോപ്പ്, ഫുഡ് കോർട്ട്. വണ്ടി കിടപ്പുണ്ടല്ലോ. പത്തനംതിട്ടക്കാരുടെ അഭിമാനമാണ്. ഞാൻ പത്തനംതിട്ട ടൗണിൽ പോയപ്പോ 8 മണിക്ക് നൈറ്റ് ഉണ്ടായതാ. ബോയ്സ്, നമ്മൾ എഡിറ്ററിന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു സബ്സ്ക്രൈബറിന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. പുലർച്ചെ 2 മണിക്ക്. കൊള്ളാല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ എഡിറ്ററിനെയും പൊക്കി അവനെ വീട്ടിൽ നിന്ന് എടുത്ത് വെച്ച്. എന്തായാലും അവന് ഉറക്കമില്ലാത്ത അതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ സബ്സ്ക്രൈബറായിട്ടാണ് ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നത്. ട്രെയിനറും കാണും, സബ്സ്ക്രൈബറും കാണും. അപ്പം അവന്റെ വീടല്ല, അവൻ ഇവിടെ ഹോസ്റ്റലിലും കണ്ട. ഒന്ന് വിളിച്ചു നോക്കാം. ഇവിടെ കഴക്കൂട്ടമാണ്, തിരുവനന്തപുരം. ഇവിടെ എവിടെയും കണ്ടാണ് ഇവന്റെ. ഈ റോഡും കണ്ടാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അവനൊന്ന് വിളിക്കാം. അവന് സർപ്രൈസ് ആയിരിക്കും. ഇതായിരിക്കും ചിലപ്പോൾ. ഇതല്ല കേട്ടോ, കുറച്ചുകൂടി അകത്തോട്ട്. എല്ലാവർക്കും സർപ്രൈസ് കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിനാണ് നിനക്ക് സർപ്രൈസ് വന്നു. ഇവൻ ഈസ്റ്റർ അല്ല, ഒന്നുമില്ല. ഫെബ്രുവരി കൊടുക്കും. വാലന്റൈൻസ് ഡേക്ക് സർപ്രൈസ് ചെയ്യാൻ കുറെ ആൾക്കാർ. ഉള്ളതെല്ലാം കൂടി എനിക്ക് മേടിച്ചു തരും. കുറച്ച് അകത്തോട്ടാണ് കേട്ടോ എന്റെ വീട്. ഈ സബ്സ്ക്രൈബറിന് ഹിന്ദി അറിയായിരിക്കും. പക്ഷെ അവനെ ഹിന്ദി കൊണ്ട് നടത്തണ്ടേ? നോർത്ത് ഇന്ത്യ ഫുൾ. ഹലോ. ഞാൻ പുറത്ത് നോക്കുവായിരുന്നു. നീ തന്ന മാപ്പിൽ നോക്കിയിട്ട് ഏതോ ഒരു ചെറിയ വീടാണ് നീ താമസിക്കുന്നത്. ഞാൻ നിന്റെ ലൊക്കേഷൻ മാപ്പിൽ നോക്കിയായിരുന്നു. അത് മറ്റേ ഏതൊരു ഇറക്കമുള്ള സ്ഥലമാണോ? എടാ, നീ നിക്കുന്ന സ്ഥലം ഒരു ഇറക്കമുള്ള സ്ഥലമാണോ? അവിടെ ഏതാ ഹോസ്റ്റല്? ഹോസ്റ്റലല്ല, ഇതൊരു വീട് എടുത്ത് തന്നേക്കണേയാണ്. ആ ഇറക്കത്തിൽ ലെഫ്റ്റ് സൈഡിൽ ഒരു നില വീടാണ്, ഷീറ്റിട്ട വീടാണ്. ഇറക്കത്തില് ആ വളവ് എത്തുന്നതിന് മുമ്പേ, വളവ് കഴിഞ്ഞിട്ടാ? റൈറ്റിലോട്ടുള്ള വളവ് കഴിഞ്ഞിട്ടാ? ആ റൈറ്റിലോട്ട് വളവ് അതിന് നേരെ സൈഡിൽ തന്നെ, ഇപ്പുറത്തെ സൈഡ്, ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു പൊക്കത്ത് ഷീറ്റ് അടിച്ചിരിക്കുന്നു. അതന്നെ. നീ ഫുൾ വീട്ടിൽ തന്നെ? വീട്ടിൽ ഒറ്റയ്ക്കാണോ? ഇപ്പൊ റൂമിൽ ഒറ്റയ്ക്കാണ്. ആണോ? ടൗൺ ഏരിയ തന്നെയാണ്. ഇവരുടെ ഷർട്ട് ഇട്ടിട്ടില്ലേ? അയോഗ്യ പസക്കളെല്ലാം കൂടി ഒറ്റയ്ക്ക് ഷർട്ട് നടക്കണോ?
ഇത്ര ഷട്ടി പൊക്കെ തൂക്കിടന്നിട്ട് ഇടാൻ മേലെ. ഞാൻ വീട് പൂട്ടി തന്നെ പേടിച്ചു. പൊന്നോ, ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഭായിമാർ ഹിന്ദി സംസാരിക്കട്ടെ. ഈ ഭായിമാരായിരിക്കും അങ്ങ് പോയിക്കോളൂ. ഇവരിപ്പോ ചത്തു വരെ കേട്ടാ. കാറിന്റെ എല്ലാം നോക്കി അവരൊക്കെ തൊട്ട് കേട്ടാ. ഷഡ്ഡി ഉണ്ടായിരുന്ന എന്നിട്ടാണ് കാറ് ഒന്നും ഇല്ലാത്തതൊക്കെ കാണിയത്. അവൻ എന്നെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ക്യാമറ കണ്ടു. ഷട്ടിപ്പുറത്ത് നിൽക്കാം, പുറത്തോട്ട് വരാൻ പറ്റില്ല. പിന്നെ നീ എന്താണ് കളറൊക്കെ ഷട്ടിപ്പുറത്ത് എന്തുണ്ടാക്കാനായിരുന്നു? ഷഡ്ഡി ഉണ്ടെന്ന് പറഞ്ഞാൽ കളറൊക്കെ വരുത്ത പറ്റില്ല. ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇവനെ ആദ്യമായിട്ടാണ് കണ്ടത്. എന്ത് ചെയ്യാനാ, എല്ലാരും ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങളൊക്കെ പ്രായത്തിൽ നിന്ന് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക, DH ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? 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 അപ്പൊ ഞാൻ ഈ പിള്ളേരെ കൊണ്ട് നടക്കുകയാണെന്ന് പറയും ആൾക്കാര്. 22 വയസ്സുണ്ട്. ഞാൻ വീട്ടിൽ കയറാനിരിക്കുന്ന ഞാൻ ഒച്ച കേട്ടോ. വീട്ടിൽ എത്തിട്ട് വിളിക്കും. ഞാനാണ് ഈ ഷട്ടിപ്പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുക. അർജുന വിളിച്ചു. ഹലോ അർജുന എന്താ പുറത്തായിരുന്നു? പുറത്തായിരുന്നു, വീട്ടിലെത്തി. പെട്ടെന്ന് വെച്ചാ അർജുന 1 മിനിറ്റ് കാരണം ആദ്യം കുട്ടനെ മറന്നു. നീ നിക്കണു, ജീവൻ പുറത്തോട്ട് വന്നിട്ട് മോന്തേറ്റ് അടിച്ചു. ഞാൻ അടിയിട്ട് മുറിയിലിരിക്കുക, മനസ്സമായിട്ടിരിക്കുക. ഒരാളെ വിളിച്ചിട്ട് എന്റെ വീടിന്റെ ലൊക്കേഷൻ ഫ്രണ്ട് ഇരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അപ്പോഴും മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ നോക്കി പറയുമായിരിക്കും. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, അങ്ങനല്ല ഇങ്ങനെ. കുറച്ചു കഴിഞ്ഞപ്പോ ഈ കത്തി ഈ പുള്ളി ഇവിടെ കണ്ടു വന്നു, അവിടെ പട്ടി വരയ്ക്കുന്നത് ഇതൊക്കെ എനിക്ക് അവിടുന്ന് വിടുന്നു. അങ്ങനെ ഞാൻ കട്ടിയൊക്കെ മാറ്റി. നിങ്ങളല്ലേ എപ്പോഴും ഷഡിയുടെ പക്കത്താണ് എപ്പൊ നോക്കിയാലും. ഞാൻ ഒറ്റക്കില്ലേ ഫ്രീയായിട്ട് നടക്കാം. അയ്യോ ഭാഗ്യം, ഒച്ച കേട്ടത് ഭാഗ്യം. അല്ലെങ്കിൽ ഷഡിയുടെ പൈസ എന്റെ ബ്രാൻഡ് ഒക്കെ ഒരുമിച്ചായിരുന്നു. ഇവർ ഇത്ര പേടിക്കുന്ന ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെ എന്തായാലും ഞാൻ മുടിവെട്ട ഇറങ്ങിയതാണ്. ഇപ്പൊ 250 കിലോമീറ്റർ മാറി തിരുവനന്തപുരത്തുണ്ട്. ഞാൻ മുടിവെട്ടാൻ കോട്ടയത്ത് പോയി. ആദ്യത്തെ എഡിറ്ററെ കാണാൻ പത്തനംതിട്ട വന്ന്, രണ്ടാമത്തെ എഡിറ്ററും കൂടി ഉണ്ട് കേട്ടോ. അവൻ ഇപ്പം ഈ തിരുവനന്തപുരത്ത് തന്നെ. അവൻ ഹോസ്റ്റലിലായതുകൊണ്ട് നമുക്ക് അവന് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ അവന് സർപ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറക്കത്തില്ല. ഏത് പൊട്ട ഹോസ്റ്റലെന്ന് അറിയത്തില്ല. ഗേൾസ് ഹോസ്റ്റലിൽ പോലും ഇപ്പൊ പുറത്തിറക്കുന്നത്. ഇവനെ ഏത് ഹോസ്റ്റലെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ എഡിറ്ററിനെ കണ്ടുപിട്ടാം. അവനെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് പുതിയ ഫേസ് ആയിരിക്കും. ഇവനെ കൊണ്ട് ഈ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നതിന് എല്ലാ പോലീസുകാർക്കും പറയേണ്ടി വരും ഇവന് പ്രായം 18 വയസ്സിൽ കൂടുതലുണ്ടെന്ന്. അപ്പോൾ നമ്മൾ സെക്കൻഡ് എഡിറ്ററിൻ്റെ കോളേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവൻ്റെ കോളേജ് എന്നാണ്ട് ബീച്ചിൻ്റെ അടുത്ത് തന്നെ. ബീച്ച് നിൽപ്പുണ്ട്. ഏത് ബീച്ചെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവന്മാർ 2 പേരും വണ്ടിക്കകത്തുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വണ്ടിക്കകത്ത് ഇറങ്ങാം. രാവിലെ ആകുമ്പം അവൻ്റെ ഹോസ്റ്റൽ എവിടെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അതൊക്കെ തപ്പേണ്ടി വരും. അവൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് അവൻ എങ്ങനെയും വഴി വെച്ച് പിടിക്കണം. 2 പേരും കാറിനകത്തുണ്ട്. സർപ്രൈസ്. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുൾ ഓണാണ്. പിന്നെ എൻ്റെ ഉറക്കം പോവും. പിന്നെ വിളിച്ചാൽ പോലും എഴുന്നേക്കത്തില്ലെന്ന് പറഞ്ഞ, അല്ലല്ല പിന്നെ എനിക്ക് ഉറക്കേ വരത്തില്ലെന്ന് പറഞ്ഞവരതെ വെച്ചിട്ട് പോലും എഴുന്നേക്കുന്നില്ല. 4 മണി കഴിഞ്ഞാ നമുക്ക് ഉറക്കം വരത്തില്ല. പിന്നെ അങ്ങോട്ട് ഉറക്കമേ പോയി. ഇങ്ങനെയൊക്കെ തള്ളി എനിക്ക് ഇവനെ കൊണ്ട് നടക്കുന്ന സീനായിരിക്കും. നോക്കല്ലേ. എന്താ എഴുന്നേറ്റാടാ നീ? ഉറങ്ങിയാ? പെട്ടെന്ന് ഉറങ്ങിയല്ലോ. ഓ, ഈ 4 മണിക്ക് ശേഷം എനിക്ക് ഉറക്കം വീടില്ലെന്ന് പറഞ്ഞായിരുന്നല്ലോ. ശരി. എനിക്ക് ഉറക്കം കിട്ടില്ലേ. 4 മണിക്കൂറായിട്ട് ഞാൻ കിടന്നു നോക്കുക. ഞാൻ കാറിന്റെ AC ഓണാക്കും, ഓഫാക്കും. ഓണാക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, ഓഫാക്കുമ്പോൾ നല്ല വിയർപ്പുണ്ട്.
ഓണാക്കും ഓഫാക്കും നേരിട്ട് എനിക്ക് ഉറക്കം കിട്ടിയിട്ടില്ല. ഇവനെന്താണ്ട് ഇപ്പൊ പുലർച്ചെയായപ്പോ എവിടെയോ വെളിക്കിറങ്ങാൻ പോയിട്ട് വന്നിരിക്കുക. 2 മണിക്കൂർ കറക്കം സെറ്റ് കോളേജൊക്കെ ഫുള്ള് പഠിച്ച് ഞങ്ങള് പോയാൽ മതി. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലുതായിട്ട് കാണുന്ന ഈ കടല് കാണും. അവിടെ സൺറൈസ് സൺ ഈ നല്ല വരുന്നത്. എന്തോ ആടെ പറയുന്നത്, സൺ അവിടെ നിന്നാണ്. സൺ സെറ്റ് എത്തുമ്പോ നോക്കാം നമുക്ക്. കന്യാകുമാരി ഒന്നും അല്ല. ബോയ്സ് നമ്മൾ അവൻ ഹോസ്റ്റലിൽ എടുത്തെത്തിയിട്ടുണ്ട്. അവനെ എന്തായാലും എഴുന്നേറ്റിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ ആ ഭാഗം എവിടെയും കണ്ടാണ്. അങ്ങോട്ട് പോയി തപ്പണം. ഈ ഇരിക്കത്ര ചവറാണല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് നടക്കാം. കാണുമായിരിക്കും. ഇതാണ് വഴി. ഇതൊന്നും കണ്ടിട്ട് കോളേജിന്റെ ഹോസ്റ്റലായിട്ട് തോന്നുന്നില്ല. നീ എടുത്ത് അവന്റെ മേടിച്ച ലൊക്കേഷൻ കറക്റ്റ് ആണോ? എനിക്കാണോ ബർത്ത്ഡേ? ഹായ്, പേരെന്തുവാ? നിഹാരിക. ഹായ്. ബോയ്സ്, അപ്പൊ ഞാൻ പോകുന്ന വഴി കണ്ടതാണ്. എനിക്ക് ടോഫി ആനായിട്ട് വിളിച്ച്. ആരും 3 ടോഫി ആണോ നിങ്ങളുടെ കൈ? എനിക്ക് മധുരം ഇപ്പോൾ വേണ്ട. ഓൾറെഡി ഇന്നലെ തൊട്ട് കുറച്ച് കഴിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് വയറിൽ വേറെന്തൊക്കെ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഞാൻ അത് കഴിഞ്ഞ് കുറെ കഴിച്ചായിരുന്നു. വീഡിയോ ഒക്കെ അത് കാണിച്ചില്ല ഞാൻ. നമുക്ക് കാർ എടുത്തിട്ട് അവിടെ ഹോസ്റ്റലിൽ അവിടെ അല്ലായിരുന്നു, കുറച്ചുകൂടി സൈഡിലോട്ട് മാറി. അപ്പോൾ അവിടെ കൊണ്ടിടാം. അപ്പം ബോയ്സ്, ഹോസ്റ്റൽ അവൻ്റെ കോളേജിനകത്താണ്. അപ്പോൾ അവനെങ്കിലും പറഞ്ഞ് പുറത്താക്കണം. പുറത്തിറക്കിച്ചാലും നമുക്ക് അവനെ സർപ്രൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തൽക്കാലം ഞാൻ അവൻ്റെക്ക് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് പറ, എന്താണ് എന്തോ അയച്ചിട്ടുണ്ട്, ഞാൻ അങ്ങനെ വല്ലതും നല്ല കള്ളം പറയാൻ പറഞ്ഞു. ഞാനിപ്പം കള്ളം അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കള്ള കഥ ചമയുന്ന കണ്ട അവനുണ്ടോ? ഇപ്പൊ വരുവാൻ കോളേജിന് ഗേറ്റിന്റെ ഫ്രണ്ടി വരും. ഓ, കഴിച്ചോണ്ടിരിക്കുക. ബോയ്സ് ആൻഡ് ഗേൾസ്, അവനിപ്പോ എത്തും. അവന്റെ കോളേജിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതാണ് കോളേജ്. ഇത് കോളേജിലെ ഫാൻ ഫെസ്റ്റ് അങ്ങനെ നടക്കുവാണെന്ന് തോന്നുന്നില്ല. അവന്റെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഇവിടെ വരും. ഇപ്പം ഇവിടെ പിടി അവനിപ്പോ എത്തും. പക്ഷെ ഈ വ്ലോഗ് ഓൾറെഡി ഇത്ര വലുതായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് ബാക്കി നിങ്ങൾ അവൻ സർപ്രൈസ് ആകുന്ന നാളത്തെ വ്ലോഗ് കാണാം. അപ്പൊ എന്തായാലും ഐ ഹോപ്പ് യു ഗൈസ് ആർ വണ്ടർഫുൾ ലൈഫ്. ഐ സീ യു നെക്സ്റ്റ് ടൈം. കുറച്ച് നാളായില്ലേ വ്ലോഗ് എടുത്തിട്ട്. അതാണ് നാക്ക് വഴങ്ങുന്നില്ല.